ഹായ്, ജസീമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമേ പറയട്ടെ, ആരും അധികം എടുക്കാത്ത ഒരു വിഷയമായിരിക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് പോയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള കുറച്ചധികം പേരുണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷനൊക്കെ ഏകദേശം തീരാറായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരു ചേച്ചി വേഗം ഇങ്ങനെ നടന്നു വന്നിട്ട് ആ ചേച്ചിയുടെ അമ്മയും കൂട്ടിയിട്ടാണ് വന്നത്. ആ അമ്മയോട് പറയുക, അമ്മേ ഇതാണ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്ന പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ആള് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മകളോട് ചോദിക്കുക, നീ മറ്റേ കാര്യം ഈ കൊച്ചിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. ഇല്ല അമ്മേ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് 2 കസേരയിട്ട് അവരമ്മയും മകളും എൻ്റെ അടുത്തിരുന്നിട്ട് അവർ പറഞ്ഞ കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അവർ പറഞ്ഞ വിഷയം എന്തെന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ അഥവാ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചാണ് അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അവരുടെ ഒന്നാമത്തെ പരാതി എന്താണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് തങ്ങളുടെ വീഡിയോയുടെ തലക്കെട്ട് വളരെയധികം ഭീതിപ്പെടുത്തുന്നതായിട്ട് ഇടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് അത്രയും ഭീതി തോന്നാൻ അങ്ങനെ ഒരു എന്തെങ്കിലും തലക്കെട്ട് കണ്ടോ? അപ്പോൾ പറഞ്ഞാൽ, മോളെ 2-3 ദിവസമായി ഞാനൊരു വീഡിയോയ്ക്ക് തലക്കെട്ട് കണ്ടു, 60 കഴിഞ്ഞവർ ഇന്ന കാര്യം ചെയ്താൽ ഉടൻ മരിക്കുമെന്ന്. അപ്പോൾ ആ അമ്മയ്ക്ക് അധിക വിദ്യാഭ്യാസമൊന്നുമില്ല, 70-75 വയസ്സോളം വരും. അപ്പോൾ അമ്മയും മകളും അവർക്ക് മലയാളം മാത്രമേ അറിയൂ. അപ്പോൾ അവർ അവർക്ക് ഇങ്ങനെ ഇത് ഹിസ്റ്ററി കണ്ടതിൻ്റെ എടുക്കാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നും അറിയില്ല. അവർ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മോളെ, ഞാൻ അത് കണ്ടുവന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 60 കഴിഞ്ഞവർ ഇന്ന കാര്യം ചെയ്താൽ ഉടൻ മരിക്കുമെന്നൊക്കെ തലക്കെട്ട് വന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ ആ വീഡിയോ ഓപ്പൺ ചെയ്യുമെന്ന് അവരിങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും വീഡിയോ ഉണ്ടോ എന്നിങ്ങനെ നോക്കുമ്പോൾ മിക്ക വീഡിയോസിൻ്റെയും തലക്കെട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഭയം വന്നിട്ട് നോക്കാതിരിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ്, അമ്മയ്ക്കിപ്പോൾ എന്താണ് വേണ്ടത്? മോൾ ഇത് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ പിന്നെ അവരുടെ പരാതി എന്താണെന്ന് പറഞ്ഞാൽ, മലയാളി ഡോക്ടേഴ്സും കൂടെ ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതലും വീഡിയോസിൽ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാർച്ച്, അന്നജം, ഇങ്ങനെയൊക്കെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തറിയാം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ചുമ്മാ ഇങ്ങനെ വീഡിയോ കണ്ടങ്ങ് പോകത്തേ ഉള്ളൂ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അവർ മലയാളികളാണല്ലോ, അപ്പോൾ അവർ മലയാള വീഡിയോ ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞ് വീഡിയോ ഇടണ്ടേ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത്. പിന്നെ അമ്മയുടെ മകളുടെ പരാതി എന്താണെന്ന് പറഞ്ഞാൽ, പറയുന്നു, മോളെ ഈ ഡോക്ടേഴ്സ് അവരുടെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയും, കൂടുതൽ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന് പറയും. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഒരിക്കലും ഒരു മറുപടി കിട്ടത്തില്ല. പിന്നെ വീഡിയോ അവർ തുടങ്ങി അവസാനിപ്പിക്കും, അതിനൊരു സൊല്യൂഷൻ അവർ പറയത്തില്ല. ആ വീഡിയോയ്ക്കകത്ത് ഇത് ഇന്നതുപോലെ ഇന്നതൊക്കെയാണെന്ന് പറയും, പക്ഷേ ആ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ സംശയത്തിന് ഒരു നിവാരണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ വിളിക്കുമ്പോൾ ഒരിക്കലും ഒരു സംശയത്തിന് മറുപടി കിട്ടിയിട്ടില്ല, അഥവാ ഫോൺ എടുക്കാറില്ല. അഥവാ ഫോൺ എങ്ങാനും എടുത്താൽ ഡോക്ടറുടെ സ്റ്റാഫാണ് മറുപടി പറയുന്നത്. ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്താലേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു വ്യക്തി മലപ്പുറത്തിരിക്കുന്ന ഒരു ഡോക്ടറോട് ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത്? ഫോണിൽ കൂടി ജസ്റ്റ് ഒരു മറുപടി തരുന്നതിന് അപ്പോയിൻമെൻ്റ് എങ്ങനെ എടുക്കും? നമ്മുടെ അടുത്ത് വല്ലതുമാണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കാം. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് 2-3 ഡോക്ടേഴ്സിനോട്, ആ സ്റ്റാഫുകളോട്, ജസ്റ്റ് ഒരു സംശയമാണ്,
അത് ചോദിക്കാനാണ്. അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഇത്രയും ദൂരത്തുനിന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയും പോലെ അത് പറ്റത്തില്ല, അപ്പോയിൻമെൻ്റ് എടുത്താലേ ഡോക്ടർ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പരാതി. കൂടുതലും അവരുടെ പരാതി ഇത് തന്നെയാണ്. തമ്പനയിൽ അല്ലെങ്കിൽ തലക്കെട്ടിട്ട് ഭയപ്പെടുത്തുന്നു. ആ ഭയപ്പെടുത്തുന്ന തലക്കെട്ട് കാണുമ്പോൾ തന്നെ പിന്നെ വീഡിയോ കാണാനേ തോന്നാറില്ല എന്ന്. അപ്പോൾ വേറെ കുറച്ച് സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്നുകൂടി, ശരിയാ അത് തന്നെയാണ്, തലക്കെട്ട് കാണുമ്പോൾ പേടിച്ച് പോകുന്നു, അതുകൊണ്ട് പലപ്പോഴും വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല എന്ന്. ഇത് ഞാൻ അവരോട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡോക്ടേഴ്സോ കണ്ടാൽ അവരെന്ത് മറുപടി പറയുമെന്ന് നമുക്ക് കേൾക്കാം. കാരണം ഇത് ആരെങ്കിലും കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ആ അമ്മയുടെ മകളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. തമ്പനയിൽ അല്ലെങ്കിൽ തലക്കെട്ട് കൊടുത്ത് പിന്നെ പ്രേക്ഷകരെ ഭീതിപ്പെടുത്തരുത് എന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ 60 കഴിഞ്ഞവർ ഇന്ന കാര്യം ചെയ്താൽ ഉടൻ മരിക്കും എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടുതലല്ലേ? അങ്ങനെയൊക്കെ എഴുതുമ്പോൾ പിന്നെ ആൾക്കാർ പേടിച്ചില്ലെങ്കിലേ ഉള്ളൂ. എനിക്കും അത് കേട്ടപ്പോൾ ഇച്ചിരി പേടിയായി. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്രത്തോളം അവരെന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം മോളെ, ഒത്തിരി നാളായിട്ട് ഇത് ആരോട് പറയുമെന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആരോട് ഞങ്ങൾ പോയി പറയും, ഞങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ആരുമില്ല. ഇപ്പം ഇങ്ങനെ കുട്ടിയെ കണ്ടപ്പോൾ ഒരാശ്വാസമായി. പിന്നെ ഇത് ഞങ്ങൾ എന്നേ ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ അമ്മയും മകളും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ പുറത്ത് പറയാതിരിക്കുന്നതുമായിരിക്കും. പിന്നെ കുറച്ച് പേര് ഈ വീഡിയോയ്ക്ക് അടിയിൽ കമൻ്റ് എഴുതാറുണ്ട് പോലും, വളരെ അധികം ഉപകാരപ്രദമായ വീഡിയോ ആയിരുന്നുവെന്ന്. അത് അവർക്ക് മനസ്സിലായിട്ടായിരിക്കും. ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഇംഗ്ലീഷ് വാക്കുകളൊന്നും കേട്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. പ്രത്യേകിച്ച് ഈ തലക്കെട്ട് കാണുമ്പോൾ തന്നെ വീഡിയോ ഓപ്പൺ ചെയ്യാതിരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ പറയുന്നു, രാവിലെ മുതൽ രാത്രി വരെ ആരോഗ്യപരമായ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് അമ്മയുടെ ദൈനംദിന ജോലികളിലൊന്ന്. പക്ഷേ അതിൽ ഈ ഇങ്ങനെയുള്ള തലക്കെട്ട് കാണുമ്പോൾ അമ്മ സ്കിപ്പ് ചെയ്ത് പോകാറാണ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇത്? ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇതിന് വ്യക്തമായൊരു മറുപടി ഏതെങ്കിലും ഒരു ആരോഗ്യ മേഖലയിലുള്ളവർ തന്നാൽ വലിയ ഉപകാരം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.